എല്ലാവർക്കും ഹാപ്പി ഓണം. ഈ കൊറോണയുടെ കാലത്തും നമ്മൾ ഓണമൊക്കെ ആഘോഷിച്ചു, എല്ലാവരും നന്നായി ആഘോഷിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പുതിയൊരു ചാപ്റ്ററിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇതുവരെ ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. അതിൽ പല പല ടൂൾസ്, അതുപോലെ പല പല എക്യുപ്മെൻസിനെ കുറിച്ചൊക്കെയാണ് നിങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞു തന്നത്. അപ്പോൾ ഇന്ന് മുതൽ ഞങ്ങൾ ഒരു ചെറിയൊരു അധ്യായം തുടങ്ങുകയാണ്. അതായത് എങ്ങനെ ഓരോ ചെറിയ ഈ ടൂൾസും അല്ലെങ്കിൽ ഈ എക്യുപ്മെൻസും ഒക്കെ വെച്ചിട്ട് എങ്ങനെയാണ് ഒരു പ്രൊജക്റ്റും കാര്യങ്ങൾ ചെറിയ രീതിയിൽ പ്രൊജക്റ്റുകളൊക്കെ നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് ഒരു PWM കൺട്രോളറാണ്, DC മോട്ടോർ കൺട്രോളറാണ്. അപ്പോൾ ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ കാണാം. ദിസ് ഈസ് ജോജോ, വെൽക്കം ടു എൽപോടെക് വീഡിയോസ്. അപ്പോൾ ഇതാണ് നമ്മളിന്ന് ഉപയോഗിക്കാൻ പോകുന്ന PWM കൺട്രോളർ. ഇതിനെ DC മോട്ടോർ കൺട്രോളർ എന്നും പറയും. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ വഴിയെ പറയാം. ഈ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു PWM കൺട്രോളർ ആവശ്യമുണ്ട്, അതുപോലെ ഒരു മൾട്ടിമീറ്റർ, പിന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്ന നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി എടുത്തിരിക്കുന്ന ഒരു LED സ്ട്രിപ്പാണ്. അതുപോലെ തന്നെ ഒരു മോട്ടർ, മിനി മോട്ടർ നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പവർ സപ്ലൈ എടുത്തിട്ടുണ്ട്. 12 വോൾട്ട് പവർ സപ്ലൈ ആണ്, 10 ആംപ്സ് ഔട്ട്പുട്ട് തരുന്ന പവർ സപ്ലൈ ആണ്. പിന്നെ അതിൽ നമുക്ക് കണക്ഷൻ ചെയ്യാനായിട്ട് ഒരു ജസ്റ്റ് ഒരു സ്ക്രൂ ഡ്രൈവർ എന്തെങ്കിലും എടുക്കുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് വേണ്ട സാധനങ്ങൾ. അപ്പോൾ ഇതാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന PWM കൺട്രോളർ. അപ്പോൾ ഇതിൽ വരുന്നത്, ഇപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കുമ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പവർ കൊടുക്കാനായിട്ട് 2 പിന്നുണ്ട്. അതുപോലെ മോട്ടർ പ്ലസ് മോട്ടർ മൈനസ് എന്ന് പറഞ്ഞിട്ട് 2 പിന്നുകളുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് കൊടുക്കാനായിട്ടാണ്. പവർ എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് കൊടുക്കുന്നു, മോട്ടറിൻ്റെ ഇതിൽ ഔട്ട്പുട്ട് കൊടുക്കുന്നു. ഇതിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിൽ വരുന്ന മോസ്ഫെറ്റ്, ഒരു കൺട്രോളർ IC ഉണ്ട്, പിന്നെ വോൾട്ടേജ് റെഗുലേറ്റർ ഉണ്ട്, ഒരു പൊട്ടൻഷ്യോമീറ്റർ ഉണ്ട് വേരി ചെയ്യാനായിട്ട്, പിന്നെ ഫിൽട്ടർ കപ്പാസിറ്റേഴ്സ് ഉണ്ട്, അതുപോലെ സേഫ്റ്റി ഡയോഡ്സും കാര്യങ്ങളും ഉണ്ട്, ഹീറ്റ് സിങ്ക് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഒരു PWM കൺട്രോൾ ബോർഡിൽ വരുന്ന സംഭവങ്ങൾ. അപ്പോൾ ഇതിൽ ഈ സൈഡിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണും, ഞാൻ നേരത്തെ ബാക്കിൽ കാണിച്ചു തന്നിരുന്നു, ഇൻപുട്ട് കൊടുക്കാനും ഔട്ട്പുട്ട് കൊടുക്കാനുമുള്ള ഒരു കണക്ടറും കൂടിയിട്ടാണ് സൈഡിൽ ഉള്ളത്. അപ്പോൾ ഇത് നമ്മൾക്ക് എങ്ങനെ ഒരു മോട്ടറിൽ വർക്ക് ചെയ്യുന്നു എന്ന് നമുക്ക് ആദ്യം ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഒരു മോട്ടർ എടുത്തിട്ടുണ്ട്, ചെറിയ മോട്ടർ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇതുപോലത്തെ ഒരു ചെറിയ മിനി മോട്ടേഴ്സൊക്കെ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും. ഒരു 12 വോൾട്ട് വർക്ക് ചെയ്യുന്ന ഒരു മോട്ടറാണ്. ഇതിൽ ഞാനിവിടെ ഒരു ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട്, കാരണം ഇത് ഒരു തിരിയുമ്പോൾ ഒന്ന് ജസ്റ്റ് വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ടൊരു ഇത് ഒട്ടിച്ചിട്ടുണ്ട്. ബാക്കിൽ അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ഞാൻ ഒരു കേബിൾ വെച്ചിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു പവർ സപ്ലൈ എടുത്തിട്ട്, ഞാൻ പറഞ്ഞ പോലെ 12 വോൾട്ട് 10 ആംപ്സ് ഔട്ട്പുട്ട് തരുന്ന ഒരു പവർ സപ്ലൈ ആണ്. ഇന്ന് ഞാനിവിടെ കൊടുക്കുന്നു 230 വോൾട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഔട്ട് വന്നിട്ട് നമ്മൾക്ക് ഈ PWM ബോർഡിൽ ഇൻപുട്ടിൽ നമ്മൾ കൊടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു സ്ക്രൂ ഡ്രൈവർ ആവശ്യമുണ്ട്. അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ നോക്കി കൊടുക്കണം. അത് ഈ ബോർഡിൽ ഓൾറെഡി അവർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക കറക്റ്റ് അല്ലേ എന്ന്. പോസിറ്റീവ് നെഗറ്റീവ് തെറ്റാതെയാണ് കൊടുത്തിട്ടുള്ളതെന്ന് ചെക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ മോട്ടറിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യാം. ഇതിൻ്റെ ഔട്ട്പുട്ടിൽ നമ്മൾ കണക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഔട്ട്പുട്ടും ഈ മോട്ടർ നമ്മൾ കണക്ട് ചെയ്ത്, ഇനി നമ്മൾക്കിത് ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. അതിനായിട്ട് പവർ ഓണാക്കിയിട്ടുണ്ട്, SMBS ഓണാക്കി. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഓണാക്കി നോക്കാം. ജസ്റ്റ് നമ്മൾ തിരിക്കുന്നു. അപ്പോൾ മോട്ടർ കറങ്ങി തുടങ്ങി. നിങ്ങൾക്ക് കാണാൻ പറ്റും മോട്ടർ വളരെ സ്ലോവിലാണ് ഇപ്പോൾ കറങ്ങുന്നത്. ഞാനിത് ജസ്റ്റ് ഇൻക്രീസ് ചെയ്യാണ്, കൂട്ടുകയാണ്. അപ്പോൾ മോട്ടറിൻ്റെ സ്പീഡ് കൂടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും.
ഇപ്പോൾ മോട്ടറിൻ്റെ ഫുൾ സ്പീഡിലാണ് ഇപ്പോൾ കറങ്ങുന്നത്. മോട്ടർ കാണാൻ പറ്റാതെ അനങ്ങുന്നത് കാണാം നിങ്ങൾക്ക്. ഞാൻ വീണ്ടും കുറയ്ക്കുകയാണ് മോട്ടറിൻ്റെ സ്പീഡ്. ഓക്കെ, ഞാൻ മിനിമത്തിലാക്കി ഓഫ് ചെയ്തു. ജസ്റ്റ് വീണ്ടും ഓൺ ചെയ്തു. ഏറ്റവും ലോ സ്പീഡിൽ തിരിയുന്നു. ഞാൻ സ്പീഡ് കൂട്ടുകയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മാക്സിമം സ്പീഡിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും മോട്ടർ തിരിയുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് PWM ജനറേറ്റർ എങ്ങനെ ഒരു മോട്ടറിനെ ഡ്രൈവ് ചെയ്യിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇനി നിങ്ങൾക്കൊരു ചെറിയൊരു കാര്യം കൂടി ഞാനിവിടെ കാണിച്ചു തരാണ്. ഞാനൊരു LED സ്ട്രിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വീട്ടിലും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന സ്ട്രിപ്പാണിത്. നിങ്ങൾ LED ട്യൂബ് ലൈറ്റിൻ്റെ ഉള്ളിൽ ഇതേപോലത്തെ സ്ട്രിപ്പുകളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് വീട്ടിലേക്ക് എന്തെങ്കിലും ലൈറ്റിൻ്റെ ഈ LED സ്ട്രിപ്പ് അല്ലെങ്കിൽ ലൈറ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് ഇതുകൊണ്ട് എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഇനി. അപ്പോൾ നമുക്കത് ഇതിലേക്ക് നോക്കാം. ഇതിൻ്റെ LED സ്ട്രിപ്പിൻ്റെ ഒരു എൻഡ്, LED സ്ട്രിപ്പിൽ നിന്ന് വരുന്ന ഒരു എൻഡ് ഞാൻ ഓൾറെഡി സോൾഡർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും കറക്റ്റായിട്ട് സോൾഡർ ചെയ്തിട്ടുണ്ട്, റെഡും ബ്ലാക്കും ആയിട്ട്. അതിൻ്റെ ഈ അറ്റം ഞാൻ ഈ PWM കൺട്രോളറിൻ്റെ ഔട്ട്പുട്ടിലേക്ക് കൊടുക്കുകയാണ്. നിങ്ങൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, അത് പോസിറ്റീവും നെഗറ്റീവും കറക്റ്റായിട്ട് കൊടുക്കാൻ ശ്രമിക്കണം. അപ്പോൾ നമ്മൾ അതിൻ്റെ ഔട്ട്പുട്ടിലേക്ക് ഈ LED സ്ട്രിപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ഓണാക്കി നോക്കാം. അപ്പോൾ ലൈറ്റ് ബ്ലിങ്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഈ ലൈറ്റ് ജസ്റ്റ് ഒരു ലോ ലൈറ്റിലാണ് ഇപ്പോൾ ബ്ലിങ്ക് ചെയ്തിട്ടുള്ളത്. ഞാൻ ഈ PWM കൺട്രോളർ അതിൻ്റെ ഇത് കൂട്ടുമ്പോൾ ലൈറ്റ് നല്ല ബ്രൈറ്റായിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലെ ലൈറ്റുകൾ കൺട്രോൾ ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് മൾട്ടിമീറ്ററിൽ എങ്ങനെ നമുക്കൊന്ന് ചെക്ക് ചെയ്തിട്ട് എത്ര വരുന്നു എന്ന് നോക്കാം, ഇതിൻ്റെ വോൾട്ടേജ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓണാക്കി, ഏറ്റവും മിനിമത്തിലാണ് ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് മൾട്ടിമീറ്റർ ഓണാക്കി DC വോൾട്ടേജിൽ ഇട്ടു. മിനിമത്തിൽ ഏകദേശം നിങ്ങൾക്ക് കാണാൻ സാധിക്കും 2.3 വോൾട്ടേജ് കിട്ടി. ഇനി ഞാനിത് കൂട്ടാൻ പോവാണ്. ജസ്റ്റ് ബ്രൈറ്റ്നെസ് നമ്മൾ കൂട്ടി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 3, 4 ആയി, 5 ആയി, 6 ആയി, 7 ആയി, 8 ആയി, അങ്ങനെ മാക്സിമം 12ലേക്ക് വന്നിട്ടുണ്ട്. ഇത് ആക്ച്വലി 12 വോൾട്ട് തന്നെയാണ് ഫുൾ ടൈമും നമ്മൾക്ക് ഇതിൽ കിട്ടുന്നത്. ബട്ട് ഇത് മൾട്ടിമീറ്ററിൽ നമുക്ക് ആവറേജ് ഒരു വോൾട്ടേജാണ് നമ്മൾക്ക് ഇതിൽ കാണിക്കുന്നത്. അല്ലാതെ LED എപ്പോഴും 12 വോൾട്ട് ആയാലാണ് LED ഓൺ ആവുള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഏറ്റവും മിനിമത്തിൽ നമുക്കിത് 2 വോൾട്ട് അല്ലെങ്കിൽ 3 വോൾട്ട് കിട്ടുന്നുള്ളൂ, അതുകൊണ്ട് മൊത്തം ഔട്ട്പുട്ട് വോൾട്ടേജ് 2 വോൾട്ട് ഉള്ളൂ എന്ന് വിചാരിക്കരുത്. അതൊരു ആവറേജ് വോൾട്ടേജ് ആണ് കാണിക്കുന്നത്. ഇത് ചിലപ്പോൾ എല്ലാ മൾട്ടിമീറ്ററിലും കാണിച്ചു എന്ന് വരില്ല, ചില മൾട്ടിമീറ്ററിലാണ് ഇത് നമുക്ക് കാണിക്കില്ല. അപ്പോൾ നിങ്ങൾ കണ്ടു കാണും, അപ്പോൾ നമ്മുടെ പോലെ LED സ്ട്രിപ്പും ഒരു മോട്ടറും ഉണ്ടായിരുന്നു. അത് ഈ PWM കൺട്രോളർ വെച്ചിട്ട് എങ്ങനെ നമ്മൾ കൺട്രോൾ ചെയ്തു എന്നാണ് നമ്മൾക്ക് ഇന്ന് കാണിച്ചു തന്നത്. അപ്പോൾ ഇത് ഓരോരുത്തർക്കും അതിൻ്റെ ആവശ്യങ്ങൾ വ്യത്യാസമായിരിക്കും. അവരുടേതായ ആവശ്യങ്ങൾക്കനുസരിച്ച് ഇത് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ കൺസെപ്റ്റ് വർക്കിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ജസ്റ്റ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് ഒരു DC വോൾട്ടേജ് സ്ക്വയർ വേവിലാണ് ഇത് നമുക്ക് വരുന്നത്. അത് ഓൺ ഓഫ് എന്ന രീതിയിലാണ് അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് വരുന്നത്. കുറച്ചുകൂടിയും ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ എത്ര സമയം ഓണായി കിടക്കുന്നു, എത്ര സമയം ഓഫായി കിടക്കുന്നു, അതിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ ഈ ചേഞ്ച് ചെയ്യുമ്പോഴോ നമ്മൾക്ക് ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടുന്നത്. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ഒരു ബൾബ്, അത് സ്വിച്ച് നമ്മൾ ഓണും ഓഫും ആക്കുമ്പോൾ നമ്മൾ എത്ര സമയം ഓൺ ആക്കുന്നു, എത്ര സമയം ഓഫ് ആക്കുന്നു എന്നുള്ള രീതിയിലാണ് ഈ
PWM കൺട്രോളറിൽ അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളായിട്ട് വരുന്നത്. അപ്പോൾ ഈ പ്രൊജക്റ്റിനായിട്ട് നിങ്ങൾ 1 വാട്ടിൻ്റെ LED ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു 35 LED വരെ ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. കാരണം ഇതിൽ മാക്സിമം 3 ആംസ് ആണ് കറണ്ട് വരുന്നത്. അപ്പോൾ 3 ആംസ് 12 വോൾട്ട് ഔട്ട്പുട്ടും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഏകദേശം 35 LED വരെ നിങ്ങൾക്ക് ഇതിൽ കത്തിക്കാൻ പറ്റും. ഇപ്പോൾ ഞങ്ങൾ എടുത്തിരിക്കുന്ന ഏകദേശം 36 LED ഒരു സ്ട്രിപ്പാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളിത് വീട്ടിൽ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ആവശ്യങ്ങളനുസരിച്ചിട്ട് നിങ്ങൾക്ക് പലതരത്തിൽ നിങ്ങൾക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും വരുന്നുണ്ടെങ്കിൽ എന്തായാലും ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞങ്ങളതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് വീഡിയോകളിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഓൾറെഡി മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, വെൽഡിംഗ് മെഷീൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആ വെൽഡിംഗ് മെഷീൻ്റെ ആക്സസറീസൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ അത് കുറച്ച് യൂസ് ചെയ്തിട്ട് നമുക്ക് ഏകദേശം നല്ലൊരു റിവ്യൂ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു റിവ്യൂ അതിൻ്റെ ആക്സസറീസിൻ്റെ ഒരു അൺബോക്സിങ് അതുപോലെ ഉള്ള കുറച്ച് കാര്യങ്ങളും ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നെക്സ്റ്റ് വീഡിയോസിൽ. അതുപോലെ തന്നെ ഒരു കുട്ടികൾക്ക് ഒരു പ്രൊജക്റ്റ് എന്നുള്ള രീതിയിൽ ഒരു ഹൈഡ്രോമീറ്ററിനെ കുറിച്ച് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ബെൽ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾ നെക്സ്റ്റ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഹാവ് എ നൈസ് ഡേ.